നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോൺഗ്രസിൽ പരാജയത്തെ ചൊല്ലി നേതൃത്വത്തിൽ കൂട്ടയടി. കോഴിക്കോട് സ്ഥാനാർത്ഥിയായിരുന്ന MK രാഘവനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് KPCC അംഗം KV സുബ്രഹ്മണ്യനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് തോൽവി മുൻകൂട്ടി സമ്മതിച്ചുകൊണ്ടാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ വരാനിരിക്കുന്ന കൂട്ടപ്രതിസന്ധിയുടെ സൂചന കൂടിയാണ് കോഴിക്കോട്ടെ പുറത്താക്കൽ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് സുബ്രഹ്മണ്യൻ പാർട്ടി പദവികൾ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. പാർട്ടി അവഗണന ചൂണ്ടിക്കാട്ടി രാജിവെച്ച സുബ്രഹ്മണ്യൻ പ്രചരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയായാണ് സുബ്രഹ്മണ്യന്റെ രാജിയെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന KPCC നേതൃയോഗത്തിൽ MK രാഘവൻ ആരോപിച്ചത്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നും രാഘവൻ ആരോപിച്ചിരുന്നു. ഇത് നിഷേധിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖും PM നിയാസും അടക്കം രംഗത്ത് വന്നിരുന്നു. യാതൊരു പ്രശ്നവും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇല്ലായിരുന്നുവെന്ന് സ്ഥാപിക്കാനാണ് സിദ്ദിഖ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രമിച്ചത്. MK രാഘവൻ KPCC നേതൃയോഗത്തിൽ ഉന്നയിച്ച പരാതിയാണ് സുബ്രഹ്മണ്യനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് എത്തിച്ചത്. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടെന്ന സിദ്ദിഖിന്റെയും PM നിയാസിന്റെയും വാദം കൂടിയാണ് ഇതോടെ പൊളിയുന്നത്. താൻ MK രാഘവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം സുബ്രഹ്മണ്യൻ നിഷേധിച്ചതോടെ പുറത്താക്കലിന്റെ കാരണം വിശദീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് KPCC എത്തിയിരിക്കുകയാണ്. കോഴിക്കോട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒറ്റപ്പെട്ട വിഷയമായ നേതൃത്വം ഇതിനെ കാണുന്നില്ല. സമാനമായ പരാതികൾ ശശി തരൂരും K മുരളീധരനും അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. നേതൃത്വം ഇതെല്ലാം നിഷേധിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ കൂട്ടയടിയാകും കാത്തിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നിരീക്ഷകരും വിലയിരുത്തുന്നത്.